ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തുണ്ടോ? ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. പെണ്ണുങ്ങൾ പദം പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഒരു സഹോദരി വിളിച്ചിട്ട് ചോദിച്ചു, ഏതോ ഒരു ഉസ്താദിന്റെ വയല് കേട്ടു, ആ ഉസ്താദ് പറയുന്നു ധരിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു എത്ര പവനുണ്ടെന്ന്. 101 പവനുണ്ട് ഉസ്താദെ. ഞാൻ കള്ളം പറഞ്ഞല്ലേ, സത്യം. 101 പവനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു 101 പവനും ധരിക്കോ? ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറിയിടുവെന്ന്. കൊള്ളാം, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. സക്കാത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. 101 പവൻ സ്വർണം ഉണ്ട്. എല്ലാം ധരിക്കാറുണ്ട്, മാറി മാറിയിടും. അപ്പൊ ധരിക്കുന്ന സ്വർണ്ണമല്ലേ, സക്കാത്ത് കൊടുക്കണം. പൈസയ്ക്ക് സക്കാത്തുണ്ടോ? ഉണ്ട്. ഇപ്പൊ എന്റെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ട്. കഴിഞ്ഞ റമദാൻ 27-ാം രാവിന്റെ അന്ന് എൻ്റെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ട്. ഞാൻ കൊണ്ട് ബാങ്കിലിട്ടു. ഈ വർഷം 27-ാം രാവായപ്പോൾ ആ 1 ലക്ഷം രൂപ എൻ്റെ അടുത്തുണ്ടെങ്കിൽ 2500 രൂപ ആർക്കുള്ളതാ? ആർക്കുള്ളതാ? പാവപ്പെട്ടവന് കൊടുക്കാനുള്ളതാ. 26-ന്റെ അന്ന് ഒരു ചെക്ക് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു, സുമയ്യ നീ എടുത്തോടി, 1 ലക്ഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്താ എനിക്ക് സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണോ? വേണ്ട. 1 വർഷം പൂർത്തിയായോ? 27-ആയാലല്ലേ 1 വർഷം ആവൂ. 27-ആയാലല്ലേ 1 വർഷം ആവൂ. 26-ന്റെ അന്ന് ഞാൻ എഴുതി ഓള് കൊടുത്തിട്ട് പറഞ്ഞു, നീ എടുത്തോളാം, ഞാൻ നീ പൈസ ആയിട്ട് ബന്ധമില്ല, നീ എടുത്തോന്ന് പറഞ്ഞ് ഓക്ക് എഴുതി കൊടുത്തു. ഞാൻ സക്കാത്ത് കൊടുക്കണോ? കൊടുക്കണ്ട. അടുത്ത വർഷം 26-ാം രാവിന്റെ അന്ന് ഓൾ എഴുതി എനിക്ക് തന്നെ എന്നയക്കാ നിങ്ങൾ എടുത്തോ, ഓള് സക്കാത്ത് കൊടുക്കണോ? ഇതേപോലെ ഈ ഞാൻ പറഞ്ഞത് 101 പവൻ. എടാ, ഒരു പെണ്ണ് ധരിക്കുന്ന സ്വർണത്തിനൊരു പരിധിയുണ്ട്. 2 കമ്മല്, മോതിരം, ചെയിന്, മാല, പാദസ്വരം, ഒരു പരിധി ഉണ്ടോ? അതിൽ കൂടുതൽ ആരും ധരിക്കാറില്ലല്ലോ. അതിലേതെങ്കിലും ധരിക്കാറുണ്ടോ? ഇല്ല. ഒരു 10 അല്ലെങ്കിൽ 10-15 പവൻ ഒരു പെണ്ണ് ധരിക്കും. ബാക്കിയൊക്കെ പൂട്ടി വെക്കാറല്ലേ? ആ ബാക്കിയുള്ളതിനാണ് കൊടുക്കേണ്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ന്യായം നിരത്തിയിട്ട് ഒരു പഴഞ്ചൊല്ലുണ്ട്, പൊട്ടനെ ചട്ടി ചതിച്ചാ ചട്ടിയെ ദൈവം ചതിക്കുമെന്ന്. ഈ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. ആ 1,25,000 രൂപ പാവപ്പെട്ടവന്റെ ക്യാമറ അടിച്ചാന്ന് വിചാരിച്ചാൽ മതി, അത് പോയി. ആ പാവപ്പെട്ടവന്റെ 2500 കൊടുക്കാതെ ഞാൻ പിടിച്ചു വെച്ച പിച്ചച്ചട്ടി കൈയിട്ട് വാരിയ ഈ 1 ലക്ഷവും പോയി കിട്ടും. അതാണ് അതിന്റെ നേട്ടം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.